ഇടവഴിയിലൂടെ കുറേ ദൂരം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇരുട്ട് നന്നേ കനമിച്ചു തുടങ്ങി. അല്ലെങ്കിൽ ഒരുപക്ഷെ മരങ്ങൾ കൊണ്ട്, കുറ്റിച്ചെടികൾ കൊണ്ട് ഇരുട്ടിന്റെ കറുപ്പ് നിറം കൂടുന്നതാവാം. നിലാവട്ടം പയ്യെ പയ്യെ പരക്കുന്നുണ്ടോ ആവോ, ഒന്നും അറിയില്ല. ഒന്നിനും ഏതിനും തെളിച്ചവുമില്ല. എല്ലാം വെറും തോന്നലാവാം. അവളുടെ മനസ്സ് മന്ത്രിച്ചു. ഇനിയും ഏറെ ദൂരം പോകണം. വഴിയാത്രയിൽ ദിക്കറിയാതെ നിന്നപ്പോൾ ആരോ പറഞ്ഞത് അവൾ ഓർത്തെടുത്തു. ഒരുപാട് ഇരുട്ടും മുമ്പ് ലക്ഷ്യം സാധിക്കണം. വീണ്ടും അവളുടെ മനസ്സ് പറഞ്ഞുകൊണ്ടേയിരുന്നു. അവളുടെ നടപ്പിന്റെ വേഗം കുറേശ്ശെ കൂടിക്കൂടി വന്ന് അതൊരു ഓട്ടമത്സരം പോലെ തോന്നിച്ചു. ഏതോ ഒരു മൺപാതയിൽ ആ ഓട്ടക്കലാശം പര്യവസാനിച്ചു. തൻ്റെ ലക്ഷ്യം നിറവേറ്റേണ്ട ആയുധം തൻ്റെ ഇടത്തെ ഇടുപ്പിൽ ഭദ്രമായി തന്നെ ഉണ്ടെന്ന് ഒന്നുകൂടി ഉറപ്പാക്കി. ഉണ്ട്, അതവിടെ തന്നെ ഉണ്ട്, ഭദ്രമായി തന്നെ, മൂർച്ചയ്ക്ക് ഭംഗം വരാതെ. ഇരുട്ടിന് നിറം മങ്ങുന്നുണ്ടോ അതോ തൻ്റെ തോന്നലാണോ? ഒന്നും അറിയില്ല. ആരുടെയൊക്കെയോ അവ്യക്തമായ മുഖം തെളിഞ്ഞു മാഞ്ഞു പോകുന്നു. തനിക്ക് അവരെ ആരെയും തിരിച്ചറിയാനാവുന്നില്ല. പക്ഷേ ഏതിരുട്ടിന്റെ നിറവിലും താൻ തിരിച്ചറിയുന്ന മുഖം, അവൻ്റെ മുഖം, അവൻ്റെ മാത്രം മുഖം. എന്നിട്ട് തൻ്റെ ലക്ഷ്യം നിറവേറ്റും. അല്ലെങ്കിൽ താനൊരു പെണ്ണാവുന്നത് എങ്ങനെ? അവളുടെ മനസ്സും ചുണ്ടും ഭ്രാന്തമായി മന്ത്രിച്ചുകൊണ്ടേയിരുന്നു. പുറമാഞ്ഞ ഇതേ ഇരുട്ടിന്റെ വഴിവെക്കിൽ വെച്ചാണ് അവൾ അവനെ ആദ്യമായി കണ്ടുമുട്ടിയത്. ഭയം കൊട്ടുന്ന രാവിന്റെ മുൾമുനിയിൽ തനിച്ചു നിൽക്കുമ്പോൾ താങ്ങായി കൂട്ടായി കൈപിടിക്കാൻ ഒരാളായി വന്നവൻ. അന്ന് അവൻ പറഞ്ഞു, നീ എത്ര സുന്ദരിയാണ്, ലോകത്താർക്കും ഇല്ലാത്ത പോലെ. നീ എൻ്റെ മാത്രമാണ്, നീ എൻ്റെയാണ്. അവൻ്റെ കണ്ണിലെ പ്രണയം തിരിച്ചറിഞ്ഞു. ഒരു മെയ് മാസ പുലരി പോലെ ഒരിക്കലും വാടാത്ത, കൊഴിയാത്ത, കരിയാത്ത ആ പ്രണയവല്ലിന് മുട്ടിട്ടു. പിന്നെ പിന്നെ അത് വിരിഞ്ഞു പോവായി. നിലാവെട്ടത്തു നിന്നും പകൽ വെട്ടത്തേക്കും, കടൽ തീരങ്ങളിലേക്കും, പിന്നെ പിന്നെ റെസ്റ്റോറൻറ്റിലും ഹോട്ടൽ മുറികളിലേക്കും ആ പ്രണയം വഴിമാറാൻ താമസമുണ്ടായില്ല. അവൻ പിന്നെയും മന്ത്രിച്ചു, നീ എത്ര സുന്ദരിയാണ്, നിന്നെപ്പോലെ വേറെ ആരുമില്ല, നീ എൻ്റെ മാത്രം പ്രിയേ. അവളതിൽ അലിഞ്ഞു. ഒരു കിളിക്കൂട് പോലെ ഒരുപാട് സ്വപ്നങ്ങൾ കൂട്ടിവെച്ചു. അവൻ്റെ മുഖം പാടുമ്പോൾ അവളുടെ മനസ്സ് പാടി. ഒരു നേർത്ത തേങ്ങലാവും. പാഴാക്കാത്ത ഒരു സ്നേഹവല്ലിയാവാൻ അവൾ കാത്തിരുന്നു. ഒടുവിൽ ആരും അറിയാതെ, ആരോടും പറയാതെ ഒരു താലിച്ചരടിൽ സ്വപ്നലോകം കെട്ടിപ്പൊക്കി. നമ്മുടെ പ്രണയം വാടാത്ത, കരിയാത്ത ഒരു പൂ പോലെയാണ്, അവൻ അവളോട് ചൊല്ലി. വീണ്ടും അവൻ്റെ മനസ്സ് തേങ്ങി, മുഖം വാടി. തൻ്റെ ഹൃദയം നൊമ്പരച്ചിതാതായി. സ്ഥലമാറ്റമെന്ന മഹാവ്യാധി തന്നെ കൂടെ കൂട്ടാൻ നിവൃത്തിയില്ലാത്രേ. ജോലിക്കയറ്റം, ശമ്പള വർധനവ്, പോകാതിരിക്കാൻ നിവൃത്തിയില്ലാത്രേ. അവളുടെ രാപ്പകലുകൾ കിനാവിലുറങ്ങി ഉണർന്നു തുടങ്ങി. ദിവസങ്ങൾ ആഴ്ചകൾക്കും, ആഴ്ചകൾ മാസങ്ങൾക്കും വഴിമാറിയിട്ട് ഏറെ നാൾ ആയെന്നവൾ തിരിച്ചറിഞ്ഞു. തൻ്റെ ഉന്തി വീർത്ത വയറിന്മേൽ കൈവച്ച് ഒരു ചോദ്യചിഹ്നമായി സ്വയം മാറാൻ തുടങ്ങിയിരുന്നു അവളുടെ മനസ്സ്. അയാൾ എവിടെ? ഒരു വിവരവുമില്ല. എന്തെങ്കിലും അപകടം? ഈശ്വര കാത്തുകൊള്ളണമേ എന്നുള്ള പ്രാർത്ഥന അവളുടെ മനസ്സിൽ എപ്പോഴും തളം കെട്ടിക്കിടക്കുന്നു. അസ്തമയ സൂര്യൻ്റെ ചുമപ്പ് പടർന്ന ഒരു സായാഹ്നത്തിലാണ് ആ കത്തവൾക്ക് കിട്ടുന്നത്. നിന്നേക്കാൾ സൗന്ദര്യമുള്ള ഒരു മുഖം എനിക്ക് കിട്ടി. നീ എന്നെ മറന്നേക്കുക, എന്നെ തേടി വരരുത്. അവളുടെ നെഞ്ചിൽ കൊള്ളിയാനാണ് ആദ്യം മിന്നിയത്. പിന്നെ പിന്നെ ഭ്രാന്തമായ ഒരു ചിന്തയും. അയാൾ തന്നെ ചേർത്ത് നടന്ന എല്ലാ സ്ഥലത്തും ആ മൂർച്ചയുള്ള കത്തിയും ഒളിപ്പിച്ച് അലഞ്ഞു തുടങ്ങി. എല്ലാവരെയും ഉപേക്ഷിച്ച് അയാളെ സ്വീകരിച്ച തെറ്റിന് ഒടുവിൽ കൂലി. തൻ്റെ വയറ്റിലൊരു ജീവനെയും അവശേഷിപ്പിച്ച് അടുത്ത സുഖം തേടി അയാൾ മറ്റൊരു പെണ്ണിനരികിൽ. ഇനി അയാൾ ജീവിച്ചിരുന്നുകൂടാ, കൊല്ലണം. ഇനി ഒരു പെണ്ണിനെ ജീവിതം തകർത്തുകൂടാ. അങ്ങനെ ഒടുവിൽ അവൾ അയാളെ കണ്ടെത്തിയിരിക്കുന്നു.
കടൽ തീരത്ത് തന്നെ. ഒപ്പോ ഏതോ ഒരുത്തി, അടുത്ത ഇര. അവൾ തൻ്റെ മറ്റൊരു രൂപമല്ലേ? തൻ്റെ സാന്നിധ്യം അവരെ അമ്പരപ്പിച്ചിരിക്കുന്നു. അവൾക്ക് താനൊരു ഭ്രാന്തിയായി തോന്നാം. അയാൾ തന്നിൽ നിന്നും അകന്നോടാൻ ശ്രമിക്കുന്നു. നീ എന്താ ഇവിടെ എന്ന ചോദ്യം മുഴുമിപ്പിക്കാൻ അനുവദിച്ചില്ല. തൻ്റെ ഇടുപ്പിൽ ഒളിപ്പിച്ച കത്തി അയാളുടെ ഇടത് നെഞ്ചിൽ തുളഞ്ഞു കയറി. ആഴ്ന്നിറങ്ങി. ഒന്നല്ല 2 തവണ. അയാളുടെ ഹൃദയം വെട്ടിപ്പൊളിക്കുന്ന പോലെ. രക്തം പുരണ്ട കത്തി നോക്കി അവൾ ആർത്തട്ടഹസിച്ചു. താനും ഇനി ചിരിക്കണ്ട. സമൂഹത്തിന് മുന്നിൽ ചോദ്യചിഹ്നം അയക്കുന്ന ഈ കുഞ്ഞുമിനി വേണ്ട, വേണ്ട. അവൾ രക്തം പുരണ്ട അതേ കത്തി സ്വന്തം നെഞ്ചിലേക്ക് ആഞ്ഞു കുത്താൻ തുടങ്ങി. സുമേ, എടി സുമേ, നീ എന്ത് പിച്ച് ഭ്രാന്തമായി പറയുന്നേ? ആര് വേണ്ടെന്നാടി? എടി എഴുന്നേൽക്കടി. ഞെട്ടിപ്പിടഞ്ഞ് സുമ കണ്ണു തുറന്നു ചുറ്റും നോക്കി. തൻ്റെ അരികിൽ തന്നോട് ചേർന്നുറങ്ങുന്ന തൻ്റെ മക്കൾ. ജഗ്ഗിലെ വെള്ളവുമായി രവിയേട്ടൻ തന്നെ ഉണർത്താൻ നോക്കുന്നു. അവൾ ആകെ വീർത്തു കുളിച്ചിരിക്കുന്നു. കവളിൽ വല്ലാത്ത നീറ്റൽ. എടി നീ എന്ത് ഭ്രാന്തായി കാണിക്കുന്നേ? നിന്റെ കൂലും അലർച്ചയും കേട്ട് പിള്ളേർ എഴുന്നേറ്റ് വരുമല്ലോ. ഹോ, എന്തൊരടിയാ നീ എൻ്റെ നെഞ്ചിനിട്ട് തന്നത്. കുറെ സഹിച്ചു മടുത്തിട്ടാ നിന്റെ കവളിലൊന്നും പൊട്ടിച്ചത്. രവിയേട്ടൻ്റെ ശബ്ദം. അവളപ്പോൾ താൻ കണ്ടത് ഹോ സ്വപ്നമായിരുന്നു. ഈശ്വര, അവൾ നെഞ്ചിൽ കൈവച്ച് മനസ്സിൽ പറഞ്ഞുപോയി. തൻ്റെ അരികിലിരിക്കുന്ന രവിയേട്ടനെ കണ്ട് സുമ അല്പം ആശ്വാസം കൊണ്ടു. എന്തു പറ്റി സുമേ? രവി ചോദ്യം ആവർത്തിച്ചു. രവിയേട്ടാ, അത് ഞാനൊരു സ്വപ്നം കണ്ടതാ. നിന്റെ ഒരു സ്വപ്നം? അത് മനസ്സിലായി. എന്ത് സ്വപ്നം? ഒരു ദുസ്വപ്നം. നിന്റെ ഒരു ദുസ്വപ്നം. നേരം പാതിരാവാകുന്നതേ ഉള്ളൂ. അലർച്ച. ഹോ, എന്തായിരുന്നു എൻ്റെ നെഞ്ചിനിട്ട് അടി കിട്ടിയത്? ഇടിയല്ല രവിയേട്ടാ, കുത്തായിരുന്നു. കുത്തോ? അതേന്നേ, കുത്ത്. തൻ്റെ സ്വപ്നം രവിയോടവൾ പറഞ്ഞു കേൾപ്പിച്ചു. അത് കേട്ട് അയാൾ പൊട്ടിച്ചിരിച്ചു. ഒരു സ്വപ്നം, കിടന്നുറങ്ങാൻ നോക്ക്. അയാൾ തമാശ കലർന്ന ശാസനം നൽകി. ലൈറ്റ് അണച്ചു. അയാൾ അവൾക്കരികിൽ വന്ന് കിടന്നപ്പോൾ അവൾ ചോദിച്ചു, രവിയേട്ടാ, ഇപ്പൊ സമയം 3 കഴിഞ്ഞില്ലേ? അതിന്? അല്ല, ഈ വെളുപ്പിനെ കാണുന്ന സ്വപ്നം ഫലിക്കൂന്നല്ലേ പറയുന്നേ? ദേ സുമേ, വിവരക്കേട് പറയാതെ ഉറങ്ങാൻ നോക്ക്. എന്നെ കൊല്ലാനാണോ കൂടും കുടുക്കി എടുത്തുകൊണ്ട് നീ ഇങ്ങ് ട്രെയിൻ കയറി വന്നത്? ഞാൻ പറഞ്ഞതല്ലേ അടുത്ത മാസം ഞാൻ അങ്ങോട്ട് വന്നോളാന്ന്. നിന്റെ മനസ്സിലെ സംശയം അതെല്ലാം കൂടി ഒരു ദുസ്വപ്നമായിട്ട് കണ്ടതാ. അയാൾ പാതി തമാശയും പാതി കാര്യവുമായി പറഞ്ഞു. ഒന്ന് പോ രവിയേട്ടാ, എൻ്റെ മനസ്സിൽ സംശയമൊന്നുമില്ല. ഈ വെക്കേഷൻ രവിയേട്ടനൊപ്പം ആഘോഷിക്കാൻ എനിക്കൊരാഗ്രഹം. അതുകൊണ്ടല്ലേ ഞാൻ മക്കളെ കൂട്ടി ഇങ്ങ് വന്നത്. അല്ലാതെ സംശയം. ഞാൻ നാളെ തിരികെ പോയേക്കാം. എടി പെണ്ണെ, കള്ള കണ്ണീരൊഴുക്കാതെ കിടന്ന് ഉറങ്ങാൻ നോക്കിടി. പരിഭവം കണ്ണിൽ ഈർന്നണിയിച്ചപ്പോൾ അയാൾ അവളെ ചേർത്ത് പിടിച്ചു, ചെറിയൊരു ശാസനയോടെ.